ഹലോ ഗായ്സ്, മൈ വേൾഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൊളിറ്റിക്സിൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ ഇമ്പോർട്ടൻസ് ആണ്. ഓൺ എക്സാമൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ പൊളിറ്റിക്സിലെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇത്ര പഠിച്ചാൽ മതി, ഇത്ര പഠിച്ചാൽ തന്നെ ഈ പാഠം മുഴുവൻ കംപ്ലീറ്റ് ആവും. ഇത് ഇതൊന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വെല്ലുവിളികൾ. ഇതൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. 3 മാർക്കിന് ചോദിക്കും. ഇതൊന്ന് ചിലപ്പം ഈ മൂന്ന് പോർഷൻസും ഈ ഒരു ടോപ്പിക്കും എഴുതി വെച്ചാൽ മാത്രം മതി. ഇനി അല്ല, ചിലപ്പോൾ ഇതൊക്കെ ഒരു 5 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ ഒരു ഏകീകൃത രാഷ്ട്രമാക്കി മാറ്റുക, ജനാധിപത്യം സ്ഥാപിക്കുക, രാഷ്ട്രത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നുള്ള പോർഷനൊക്കെ ഒന്ന്. അപ്പോൾ ഈ 3 ടോപ്പിക്കും ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതാണ്. കാരണം ഇത് നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ എക്സ്പ്ലനേഷൻ നോട്ട് ഉണ്ടാവില്ല, നോട്ട് നോക്കി പഠിച്ചാൽ മതി. ഇനി അല്ല, നിങ്ങൾ പാസ് മാർക്കിലൊക്കെ വന്നാണെങ്കിൽ ഈ 3 പോയിന്റ് മാത്രം മതി കേട്ടോ. പിന്നുള്ളത് ഇതിലുള്ളൊരു 1 വേർഡാണ്. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് എഴുതി തരില്ല, അത് നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ട്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പ്രസംഗം നടത്തിയത് ആരാണെന്ന് ചോദിച്ചുമ്പോൾ ജവഹർലാൽ നെഹ്റു കേട്ടോ. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഇതാണ് 1 വേർഡായിട്ട് ഇവിടുന്ന് ചോദിച്ചത്. പിന്നെ മുസ്ലിം ലീഗ് ആണ് ദിരാസ സിദ്ധാന്തം പറഞ്ഞ ആ ഒരു പാർട്ടി കൊണ്ടുവന്നത്. ഇതും ഇവിടെ 1 വേർഡായിട്ട് ചോദിച്ചതാണ്. പിന്നെ വിഭജനം പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓൺ എക്സാമ്പിൾ എന്താ പറയുക, 100-ൽ 99% എസ് ആയിട്ട് ചോദിച്ചാനുള്ള ഒരു ചാൻസ് ഇതിനാണ്. കാരണം ഞാൻ 2025 ഈ കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ പൊളിറ്റിക്സിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, പൊളിറ്റിക്സ് ഞാൻ എഴുതി കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഇതിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും വിഭജനം എന്നുള്ള പോർഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫൈനൽ എക്സാമിൽ അടക്കം ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിഭജനം എന്നുള്ളത്. ഈ വിഭജനത്തിന് 4 മാർക്കൊക്കെയാണ് ചോദിച്ചത്. വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ 4 മാർക്കിനും, അതേപോലെ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ 4 മാർക്കിനൊക്കെയാണ് ചോദിക്കല്. വിഭജനത്തിൻ്റെ പ്രശ്നങ്ങൾ അത് 4 പോയിൻ്റാണുള്ളത്. അത് 4 പോയിന്റ് നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് 4 പോയിന്റ് എന്ന് പറയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏകമേഖല ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള ഒരു പോയിന്റുകളാണ്. അതിർത്തി പ്രദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ മേഖലകളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചില്ല. ഇതൊക്കെയാണ് ഈ 4 പോയിന്റ് എന്ന് പറയുന്നത്. ഈ 4 പോയിന്റ് ഇവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. പിന്നെ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുമ്പോൾ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകൾ ഈ രാജ്യങ്ങളിൽ നിന്നുമായി കൊല്ലപ്പെട്ടു. ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റേ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊല്ലപ്പെടുത്തി. ഇങ്ങനെയുള്ള ഓരോ പോയിന്റ് ഉണ്ടല്ലോ. മാനഭംഗത്തിനിരയായ സ്ത്രീകൾ ദ്രവ്യമാനത്തിൻ്റെ പേരിൽ സ്വന്തം കുടുംബാംഗങ്ങളാൽ കൊല്ലപ്പെട്ടു. അതേമാതിരി ഇന്ത്യ വിഭജനം എന്നത് തേങ്ങ വിഭജനം എന്നായി മാറി. അവർക്ക് ഗവൺമെൻറ്റിൻ്റെയോ പോലീസിൻ്റെയോ സഹായം ഉണ്ടായിരുന്നില്ല. അവർ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയാൻ നിർബന്ധിതരായി. ചിലപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ അടുത്ത പോയിന്റ് 1 വേർഡായിട്ട് ചോദിച്ചാൽ ചാൻസ്. അതായത് ഏതൊക്കെ പ്രദേശങ്ങളാണ് സാമുദായിക മേഖലകളായി മാറിയതെന്നുണ്ട്. ലാഹോർ, ഞാൻ ഇവിടെ തരാം. ലാഹോർ, അതേപോലെ തന്നെ അമൃത്സർ, അതേപോലെ തന്നെ കൊൽക്കത്ത. ഈ 3 പ്രദേശങ്ങളാണ് സാമുദായിക മേഖലകളായി മാറിയത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയേണ്ടത് ഹൈദരാബാദിൻ്റെ ലയനാണ്. ഇത് ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൺ എക്സാമിൽ എന്ന് പറയുമ്പോൾ 7 പാഠമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പാഠത്തിൽ ഇത്ര മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പാഠത്തിനുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഹൈദരാബാദിൻ്റെ ലയനം, ഹൈദരാബാദിൻ്റെ ആ ഒരു നൈസാം എന്നുള്ള ഇതുണ്ടല്ലോ, അത് പഠിച്ചത് കേട്ടോ. റസാക്കർമാരെ നൈസാമാണ് ഭരിച്ചത്. നൈസാമിൻ്റെ അർദ്ധസൈനിക വിഭാഗത്തെ നമ്മൾ റസാക്കന്മാർ, ഇതൊക്കെ നമുക്ക് 1 വേർഡായിട്ട് ചോദിച്ചു കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ മണിപ്പൂരിൻ്റെ ലയനം പറയുമ്പോൾ മണിപ്പൂരാണ് നമ്മൾ ഈ ഒരു പോയിന്റ് എന്താണെന്ന് ഇതൊക്കെ എപ്പോഴും ചോദിച്ചതാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രദേശമാണ് മണിപ്പൂർ. ഇതെന്തായാലും പഠിച്ചു വെച്ചോണ്ടിട്ടോ. പിന്നെ ഉള്ളത് വിശാലാന്തര പ്രസ്ഥാനമാണ്. ഞാനിപ്പോൾ ഇതിൽ 1 വേർഡും പറഞ്ഞു പോയിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എഴുതാൻ മാത്രമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എഴുതാഞ്ഞത്. ചെറിയ ഇതല്ലേ ഉള്ളൂ. പിന്നെ വിശാലാന്തര പ്രസ്ഥാനം നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത് അത് പഠിച്ചു പോയിക്കൊണ്ട്. പിന്നെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിയമിച്ചത് എന്നാണ് 1953. ഞാൻ ഈ പറയണ 1 വേർഡ് നോക്കി വെച്ചോണ്ട്. പോറ്റി ശ്രീരാമുലുമാണ് അനിശ്ചിതകാലം നിരാഹാര സമര സത്യാഗ്രഹം നടത്തിയത്. മദ്രാസ് സംസ്ഥാനം, തെലുങ്ക് സംസാരിക്കുന്ന പ്രത്യേകം ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയത് ആരെന്ന് വെച്ചാൽ പോറ്റി ശ്രീരാമുലുമാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചേക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഇത് എന്താ വെച്ചാൽ
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആലോചിച്ചുള്ള ഡോക്ടർ ഫസൽ അലി. ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിച്ചാനുള്ളത്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സൈലും അതുപോലെ അങ്ങനെയുള്ള ഓരോ ഇതൊക്കെ പറയുമ്പോൾ ഇതിലൊന്നും എല്ലാവരും ഇതിലൊന്നും ഹ്യൂമാനിറ്റീസുകാർ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ പൊളിറ്റിക്സിന് ക്ലാസ് ഉണ്ട് കേട്ടോ. എന്നാലും ചിലർക്ക് ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കാലത്താണ്, ഞാൻ പഠിച്ച ഒരു കൊല്ലം കൂടി ആയിട്ടില്ലല്ലോ, 2025 ഞാൻ ഇപ്പോൾ +2 പാസ് ഔട്ട് ആയത്. അപ്പോൾ അന്നും ഹിസ്റ്ററിക്ക് വല്ലാതെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ നമുക്ക് അങ്ങനെ വല്ല മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നീട്ടിപ്പറ്റി പറഞ്ഞിട്ട് ഇതേപോലത്തെ ഓരോ ക്ലാസ് ഉണ്ടാകും. നമുക്ക് തന്നെ അതൊരു പരീക്ഷത്തിൻ്റെ തലേന്ന് പഠിച്ച ആൾക്കാർക്ക് ഇത്ര തന്നെ മതി. ഇത് വെച്ചിട്ട് ഞാനിതാ പ്രൂഫ് വേണമെങ്കിൽ കാണിച്ചില്ല. ഇത് വെച്ചിട്ട് ഞാൻ 78ൽ 80 വാങ്ങി. ഇതിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ കേട്ടോ, സെക്കൻഡ് ഇയർ സെക്കൻഡ് എക്സാമിൻ്റെ ആണ്, എക്സാമിൻ്റെതാണിത്. എനിക്ക് 78 മാർക്കുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാ പാഠത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം കാണിച്ചു തരും. പിന്നെ ഓൺ എക്സാമിൻ്റെ പേപ്പർ എവിടെയാണ് ഇവിടെ ഉണ്ട്, പക്ഷേ അത് തപ്പെടുത്തിട്ട് കാണിച്ചു തരാം. പ്രൂഫ് സഹിതമാണ്. ഇതുപോലെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. എനിക്ക് ഫൈനൽ എക്സാമിൽ A+ ഉണ്ടായിരുന്നു, വിത്ത് ഫുൾ മാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്ര തന്നെ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചാൽ ഇത്ര തന്നെ പഠിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് ഓക്കെ, ബൈ.